ഹലോ, ഇനി നമുക്ക് കുറച്ച് ഓണവിഭവങ്ങളായാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറുക്ക് കളനാണ് എടുത്തേക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കുറച്ച് തൈരും കായും ഒക്കെ ആവശ്യമുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കായ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേനയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, വേണമെങ്കിൽ രണ്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള ചേനയാണ്. അതിലോട്ട് 2 പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേപ്പിലയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് അരപ്പുണ്ടാക്കാം. അതിന് 1 കപ്പ് തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളി മാത്രം ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ, ഒരുപാട് തിളക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നല്ല കട്ടിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന ഗ്രീക്ക് യോഗട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള തൈര് ഉപയോഗിക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പ് പിന്നെയും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി 2 കുമള വന്ന് കഴിയുമ്പോൾ അത് ആ ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക, ഇല്ലെങ്കിൽ തൈരൊക്കെ പിരിഞ്ഞു കൂട്ടാം. എന്നിട്ട് വേറൊരു പാനിൽ കുറച്ച് ഉലുവയും കുറച്ച് കടുകും വറ്റൽമുളകും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് കാളനിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ അവസാനമായിട്ട് കുറച്ച് കായും കൂടി ചേർത്ത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ശർക്കര, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി കാളൻ റെഡിയായി. ഇത് നമുക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിഷാണല്ലേ. അപ്പം എല്ലാവരും നിങ്ങളിത് ട്രൈ ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനലിൽ എരിശ്ശേരിയും ക്യാബേജും ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓണം സദ്യ എന്ന് പറഞ്ഞ വേറൊരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കും. അതിനകത്തായിരിക്കും ഈ ഓണം ബേസ് ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് നോക്കി ഓണം സദ്യ റെഡിയാക്കാമല്ലോ. അങ്ങനെ ഈസി ആയിട്ട് ഈ തവണത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം. കുറുക്കുകാളൻ എല്ലാവരും ട്രൈ ചെയ്യണം. കൂടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പം ശരി, ബൈ.